ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് നിറഞ്ഞ് കവിഞ്ഞ് ഇരിക്കുന്നു. ഇത്ര ആളുകൾ വെളിയിലുമുണ്ടെന്നുള്ള കാര്യം ഇതിനകത്തിരിക്കുന്നവർക്ക് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വാസ്തവത്തിൽ എന്തോ ഒരു വലിയ മാന്ത്രിക ശക്തി നമ്മുടെ ഉസ്താദിനുണ്ട് എന്നതിൻ്റെ തെളിവാണ്. ഞാൻ ഇന്ന് രാവിലെ പ്ലെയിൻ ഇറങ്ങി, കുറച്ച് ആളുകൾ ഈ യോഗത്തിൽ സംബന്ധിക്കേണ്ടവർ ആ പ്ലെയിനിൽ ഉണ്ടായിരുന്നു. വന്നിറങ്ങുമ്പോൾ എന്തൊരു മഴയായിരുന്നെന്നറിയാമോ? ഞാൻ ധരിച്ചു ഇതാകെ ഇന്ന് കലങ്ങിപ്പോകുമെന്ന്. പക്ഷേ എന്താണ് ഉസ്താദ് ഇതിന് ചെയ്തത് എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതുകൂടി അന്വേഷണ വിധേയമാക്കണമെന്ന് ചിലർ പറയാനിടയുണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നു. ഏതായാലും ഈ സമ്മേളനം ഒരു കാര്യം തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിൽ ഏറ്റവും ഉന്നതനായ നേതാവ് കാന്തപുരം ഉസ്താദാണ് എന്ന് തെളിയിക്കുന്ന സമ്മേളനമാണ് ഇവിടെ നടന്ന് കാണുന്നത്. ഇതിൽ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല എന്ന് മാത്രം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഉസ്താദ് ചെയ്യുന്ന അത്ര ഇല്ലെങ്കിൽ അതിൻ്റെ പകുതിയെങ്കിലും ജനസേവനം നടത്താൻ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ ചെയ്താൽ ജനസേവനത്തിനുള്ള പിന്തുണയാണ് ഇവിടെ ലഭിച്ചതെന്നുള്ള കാര്യം നിങ്ങൾ കാണണം. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ. 17 ദിവസം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഉഴുത് മറിച്ച് നല്ല മണ്ണ് പാകപ്പെടുത്തി എടുത്ത് ഇന്ന് ഉസ്താദ് നല്ല വിളവുള്ള ഈ പറയുന്ന മാനവികത ഇവിടെ നട്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയവുമില്ല. ഇത് വളരും. ഇതിനെ നശിപ്പിക്കാൻ ഒരു കീടത്തിനും സാധ്യമല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. കീടനാശിനി പ്രയോഗിക്കാതെ തന്നെ കീടം നശിക്കും, അതിന് യാതൊരു സംശയവുമില്ല. ഈ മാനവികത ഈ മണ്ണിൽ വളരും. കാരണം ആ നിൽക്കുന്നത് മുസ്ലിം പള്ളിയാണ്, അതിനെ തൊട്ട് കാണുന്നത് ഹൈന്ദവ ക്ഷേത്രമാണ്, അതിൻ്റെ മുമ്പിൽ കാണുന്നത് ഒരു ചർച്ചാണ്. ഇത് ഈ മൂന്നിൻ്റെയും സംഗമമാണ്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം തെരഞ്ഞെടുത്തത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു കാര്യം എനിക്കറിയാം, മതവും രാഷ്ട്രീയവും അത് രണ്ടായി തന്നെ കാണണം. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനാ. എൻ്റെ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിച്ചാൽ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. മരിച്ചിട്ട് വല്ലതും കിട്ടണമെങ്കിൽ വേറെ നിങ്ങൾ ഏർപ്പാട് ചെയ്യണം. അതൊക്കെ ഉസ്താദും കൂട്ടരും ചെയ്യുന്നതാ. ഞങ്ങൾ ഇഹലോകത്തിലെ കാര്യത്തിന് ഇനി ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മരിച്ചു എന്നാൽ സ്വർഗം നൽകാനുള്ള അധികാരമൊന്നും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഒരു സമുദായ പ്രസ്ഥാനത്തിനും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. എന്ന് മാത്രമല്ല, ഈയിടെ എന്നെ പുറത്താക്കി ഇസ്ലാം മതത്തുനിന്ന്. ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഒരു മതസംഘടന എന്നെ പുറത്താക്കി. ഞാൻ പണ്ടും അവരെ കൂടെ ഇല്ല, പിന്നെ ഇപ്പൊ പുറത്താക്കണ്ടേ അവരെയൊന്നും. ഞാൻ എന്നും ഒരു മുസ്ലിമാ. ഇസ്ലാം മതം എന്താണെന്ന് എനിക്കറിയാം. അവരൊന്നും എന്നെ പഠിപ്പിക്കേണ്ട. വേണമെങ്കിൽ അതുകൊണ്ട് എന്നെ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്താക്കി 2 ആഴ്ച മുമ്പ്. എനിക്കത് മനസ്സിലായി. ഇങ്ങനെയൊക്കെ ഇസ്ലാം മതം കൊണ്ടുപോയാൽ എവിടെ പോയി നിൽക്കും? ഞാൻ ചോദിക്കട്ടോ. അതും ഞാൻ ആ സംഘടനന്റെ പേര് പറഞ്ഞപ്പോ ഈ സരസ് വഷളാക്കുന്നില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുന്നു. ശാന്തി, സമാധാനം, മാനവികത ഇതൊക്കെ രാജ്യത്ത് വളർത്തലാണ് ഏതൊരു മനുഷ്യന്റെയും കടമ. അതിലേക്കാണ് ഉസ്താദിന്റെ പ്രവർത്തനം. അതുകൊണ്ട് ഞാൻ ഒന്ന് പറയുന്നു,
ഈ സന്ദേശം മരണം വരെ മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പ്രതിജ്ഞ അതാ. നമ്മൾ ഓരോരുത്തരും